സോ വെൽക്കം ബാക്ക്. അങ്ങനെ ബസ്സൊക്കെ കണ്ടു. ബസ്സൊക്കെ മൊത്തത്തിലൊരു ഊക്കലായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല. സ്ക്രിപ്റ്റ് വളരെ 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 മോശം. അതുപോലെ തന്നെ ആ എഡിറ്റർ ഇടയ്ക്ക് വെച്ചിട്ട് നിർഭാഗ്യവശാൽ മരിച്ചുപോയി. അതുകൊണ്ട് വേറെ എഡിറ്റർ വന്നപ്പോൾ ഒരു കൺഫ്യൂഷൻ ആണെന്നുണ്ട്. പക്ഷേ നമുക്ക് യാതൊരു വിധത്തിലും നമുക്ക് കഥ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കൂട്ടിമുട്ടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് രീതിയിൽ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ അമൽ നീരദിൻ്റെയും അത്ര ആൾക്കാരുടെ പോലത്തെ ഷോർട്സുകളും സ്ലോ മോഷൻസുകളും കുത്തി നിറച്ചിട്ട് കാര്യമില്ല. ബേസിക്കലി സ്ക്രിപ്റ്റ് പക്കയായിരിക്കണം. ഇപ്പോൾ ഈ ജീത്തു ജോസഫ് അങ്ങനത്തെ ആൾക്കാരൊക്കെ കണ്ടില്ല, അവർ ഒരുപാട് സ്ലോ മോഷൻസ്, ഇങ്ങനെ ഒരുപാട് ഷോർട്സുകൾ ഇങ്ങനെ സ്ലോയിൽ ഇങ്ങനെ വൈഡ് ആക്കണത്, സൂം ഔട്ട് ആക്കണത്, സൂം ഇൻ ആക്കണത്, അങ്ങനത്തെ ഒരുപാട് ഷോട്ടുകളൊന്നും അവരെടുക്കില്ല. അവർ മെയിൻലി കഥ സ്ക്രിപ്റ്റിലുണ്ടാവുന്ന എല്ലാ എക്സ്പ്രഷൻസുകളും വികാരങ്ങളും എങ്ങനെയെങ്കിലും കവർ ചെയ്യാൻ നോക്കും. അതാദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ ഇത്തരം സ്റ്റൈലിഷ് ആക്കുന്ന ഷോർട്സുകളും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പാടുള്ളൂ. ബേസിക്കലി ആ കഥയിലത്തെ എക്സ്പ്രഷൻസും ഇമോഷൻസുകളും നമുക്ക് പ്രേക്ഷകരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അത് കഴിഞ്ഞതിന് ശേഷം ആ ബാക്കിയുള്ള ഷോർട്സുകളെ അത് ഭംഗിയാക്കി എടുക്കുക, സ്റ്റൈലിഷ് ആക്കി എടുക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇതിപ്പോൾ സ്റ്റൈലിഷ് മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു കാര്യങ്ങളും അതില്ല. അത് മാത്രമല്ല, മമ്മൂട്ടിയുടെ ലുക്കുകൾ ഇങ്ങനെ മാറി 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 വരും. എനിക്ക് തോന്നുന്നു 3-4 തവണ ഷൂട്ട് ചെയ്തുകൊണ്ട് ആയിരിക്കാം ആ പല പല സമയത്ത് ലുക്കുകളാണ് കയറി വരുന്നത്. ചില സമയത്ത് വെപ്പ് താടി വയ്ക്കുന്നു, ചില സമയത്ത് ഒറിജിനൽ താടിയുണ്ട്. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ബസൂക്ക കയ്യിൽ നിന്ന് പോയി. ഇനി അടുത്ത് നമുക്ക് കളങ്കാവിൽ അങ്ങനെ പിടിക്കാം. ഒരു കാര്യം പറയണം, GMൻ്റെ ആറ്റിറ്റ്യൂഡും ആക്ടിങ്ങും ഒക്കെ പക്ക പെർഫെക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാവർക്കും നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നിട്ട്, എമ്പുരാനിൽ ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ അനുസരിച്ച് കൊടുത്തിരുന്നെങ്കിൽ ആ പടത്തിന് കുറച്ചും കൂടി ഹൈപ്പ് ആക്കാമായിരുന്നു. അല്ലാണ്ട് ഈ ദീപക് ദേവിനൊന്നും കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമില്ല. ഇനി എല്ലാവർക്കും വിഷു ആശംസകൾ. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഈ ബസൂക്കയുടെ വീഡിയോ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. അത് ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കുക. അതുപോലെ എൻ്റെ ചാനലും ഇൻസ്റ്റാഗ്രാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.